ഓ എന്താ ഇത് പ്ലേ ആകുന്നേ ഇല്ലല്ലോ. സ്പീക്കറിനേക്കാൾ കൂടുതൽ ശബ്ദം വന്നത് ആ വെങ്കിയുടെ വായിൽ നിന്നാണ്. മര്യാദക്ക് അയാളെ അങ്ങ് വാങ്ങിയാൽ മതിയായിരുന്നു. ശരിയല്ലേ കൊച്ചളിയ? കൂട്ടുകാരെ, എനിക്ക് അയാളുടെ ഓഫറിൽ എന്തോ പന്തികേട് തോന്നുന്നുണ്ട്. എല്ലാ സാധനങ്ങളും വിറ്റ് കഴിഞ്ഞിരിക്കുന്നു. നന്നായി സംസാരിച്ച് ക്ഷീണിച്ചു. റേഷനറിയിലെ കല്ല് മാറ്റാനും ഒരു നല്ല മനുഷ്യനാകാനും വലിയ പാടാണ് മച്ചു. ഇനി എന്റെ എല്ലാ സാധനങ്ങളും മോഷ്ടിച്ചിട്ട് ഞാൻ രാവിലെ തിരിച്ചു ചോദിക്കും. ഇരട്ടി ലാഭം കിട്ടും എനിക്ക്. ഇന്നത്തെ പണി ഇവിടെ തന്നെ. ഇന്ന് ഈ സിറ്റിയിലുള്ളവരെ ഒരു ഓഫർ കൊടുത്ത് ഞാൻ പറ്റിച്ചിരിക്കും. അതിലൂടെ വർഷങ്ങളോളം ഇങ്ങനെ ഒരു ദിവസം ആരും മറക്കില്ല. സെയിൽസ്മാൻ ആകാനുള്ള സമയമായിരിക്കുന്നു മച്ചു. സാധനവും സമ്മാനവും ഒരേ സമയം വിൽക്കാനുള്ള സമയമായിരിക്കുന്നു. എന്റെ പേരാണ് വെങ്കി. ഞാൻ കഴിക്കും മുള്ളങ്കി. നിങ്ങളെ കണ്ടിട്ട് ഒരു കവിയാണെന്ന് തോന്നല്ലോ. നിങ്ങൾക്ക് വേണ്ടി എന്റെ കയ്യിലുണ്ട് ബ്രാൻഡഡ് ന്യൂ പെൻ. പക്ഷേ അതുകൊണ്ട് എവിടെ എഴുതും? ഇതാ പേപ്പർ. പക്ഷേ പേപ്പർ എവിടെ വെക്കും? അതിനാണ് ഈ ടേബിൾ. ടേബിളിന് മാച്ചായ സോഫയും ഉണ്ട് എന്റെ കയ്യിൽ. പിന്നെ ഇതാ പിടിച്ചോളൂ, പെട്രോൾ. ഓഹോ, പെട്രോൾ എനിക്ക് ആവശ്യം വരുന്ന സാധനമാണ്. വണ്ടി 2 ദിവസമായിട്ട് പെട്രോൾ ഇല്ലാതെ ഷെഡിൽ കിടക്കുകയാണ്. നീ എന്തിനാ ഇത്രയധികം സന്തോഷിക്കുന്നത്? ഇനി ഖന്ന സാർ വണ്ടിയിൽ പെട്രോൾ ഒഴിച്ചിട്ട് നമ്മളെല്ലാരെയും മാർക്കറ്റിലേക്ക് കൊണ്ടുപോകും. പാം, എന്തിനാണ് മാർക്കറ്റിൽ പോകുന്നത്? എല്ലാ സാധനങ്ങളും എന്റെ കയ്യിലുണ്ട്. ദാ നോക്ക്. നിങ്ങളുടെ വീട്ടിൽ വാതിൽ അകത്തേക്ക് തുറക്കാനുള്ള സൗകര്യമില്ലേ? ഓ കുട്ടികളെ, ആരാണ് ഇയാൾ? സെയിൽസ്മാൻ ആണ്. കന്നാസാറിന്റെ വീട്ടിലേക്ക് വന്നതാണ്. ഞങ്ങൾ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. എന്റെ പേരാണ് മിസ്റ്റർ വെങ്കി. കഴിക്കും മുള്ളങ്കി. കൊണ്ടുവന്നിട്ടുണ്ട് ഒരുപാട് സാധനങ്ങൾ. ആർക്കും കൊടുക്കണ്ട ഇതിന്റെ കൂലി. ഇതാ നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ ബക്കറ്റ്. ഇതിൽ എത്ര വേണമെങ്കിലും വെള്ളം നിറയ്ക്കാം. ഈ ബക്കറ്റ് ഭാരം കുറവായിരിക്കും. എന്നാ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതങ്ങനെ ഭാരം കുറഞ്ഞൊന്നും അല്ല. ഭാരം കുറവാണല്ലോ. ഇതിൽ വെള്ളമില്ല എന്നുണ്ടെങ്കിൽ എപ്പോഴും ഭാരം കുറവായിരിക്കും. അറിയോ? എല്ലാവരും ജനലിലൂടെ അകത്തേക്ക് കയറിക്കോ. പിന്നൊരു കാര്യം, നിങ്ങൾ സാധനങ്ങളുടെ ഇടയിൽ ഒളിച്ചോ. എവിടുന്നാണോ വെങ്കി വരുന്നത് അപ്പ കൊടുക്കണ ഇടി. ഇന്ന് മുഴുവൻ കളിയും വെളിച്ചത്തായല്ലോ മച്ചു. എന്താ ചെയ്യുക? എങ്ങോട്ടാ രക്ഷപ്പെടുക? അലമാരിയിൽ കയറി ഒളിക്കാം മച്ചു. അല്ല, ഈ തുണികൾക്കിടയിൽ എല്ലും കഷ്ണത്തിന് എന്താ കാര്യം? വെറും എല്ല് മാത്രമല്ലടാ, മസിലി കൂട്ടടാ.
ഒരു മിനിറ്റ്. അവൻ ഇതിന്റെ ഉള്ളിലുണ്ട്. സൂക്ഷിച്ച് തരണേ, അല്ലേ എന്റെ ഡ്രംസ് പൊട്ടിപ്പോകും. ഇനി നീ ഇതെടുത്തോ, കാരണം എനിക്ക് അത് കഴിക്കണം. വഴിയിലൊക്കെ എന്തുമാത്രം ഗട്ടറാ ഉള്ളത്. വഴിക്കൊന്നും ഒരു കുഴപ്പമില്ല ഹണി. ഈ കാറിന്റെ ടയറിനാ കുഴപ്പമുള്ളത്. കൊച്ചളിയാ, ഈ പോപ്കോൺ എടുത്ത് കഴിച്ചോ. ഈ നഗരത്തിൽ ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ദൈവമേ, നീ എന്നെ രക്ഷിച്ചു. മുകളിലോട്ട് പറന്നു പോവാതിരിക്കാനാ ഞാനത് പിടിച്ചു വെച്ചോണ്ടിരുന്നത്. ഇതൊന്നിനും കൊള്ളാത്ത ഒരു കാറാ. മേഡം പുതിയ കാർ മേടിക്കാൻ തീരുമാനിച്ചത് ഇപ്പൊ നന്നായെന്ന് എനിക്ക് തോന്നുന്നു. ഓഹോ, ടയർ ഇളകി പോകുന്നതിന് മുമ്പ് കാറിന്റെ ഷോറൂമിൽ എത്തിയാൽ മതിയായിരുന്നു. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല കുട്ടികളെ, നമ്മൾ സേഫ് ആയി തന്നെ അവിടെ എത്തും. എന്താ ഇത്? ഇതാണ് മോൺസ്റ്റർ ട്രാക്ക്. ഇത് ഞാനാണ് ഡിസൈൻ ചെയ്തത്. ഇതിന്റെ പേരാണ് ഓഫ് ജീപ്പ്. ഇതെന്തോന്ന് പേരാ ഇത്? ഇത് കറക്റ്റ് പേരാണ്, കാരണം ഈ ജീപ്പ് 20 തവണ ഓഫായി പോയിട്ടുണ്ട്. എങ്കിലും നമുക്ക് നോക്കാം. ആഹാ, ഇത് സ്റ്റാർട്ട് ആയല്ലോ. എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്, നിങ്ങൾക്ക് ഇത് തീർച്ചയായും ഇഷ്ടപ്പെടും. അതിനകത്തുള്ള യെല്ലോ ബട്ടൺ മാത്രം അമർത്തിയേക്കരുത്. ആ മഞ്ഞ ബട്ടൺ ഇതാണോ? അയ്യോ, നീ എന്താ ഈ ചെയ്ത്? വേഗം ഓഫ് ചെയ്യ്. ഇനി എനിക്ക് എന്റെ ഇന്റലിജന്റ് ആൻഡ് ടെക്നിക്കൽ നോളജിന്റെ കഴിവ് ഇവിടെ കാണിക്കേണ്ടി വരും. അത്തല പിത്തല തവളാക്കി. അയ്യോ അയ്യോ, ഇതിലെന്തൊക്കെ ഫീച്ചർ ഉണ്ട്? എന്റെ കാറിനെ വില കുറച്ച് കാണരുത്. എന്റെ കാർ ഗട്ടറിൽ വീണ് കഴിഞ്ഞാൽ ഐസ് സ്കേറ്റിംഗ് നടത്തുന്നത് പോലെ തോന്നുകയുള്ളൂ. സത്യമാണ് പറഞ്ഞത്, ഞാൻ വളരെ കോൺഫിഡന്റ് ആണ്. ഞാൻ നല്ല കോൺഫിഡന്റിലാണ്. ഗട്ടറുകളിലൂടെ സ്മൂത്ത് ആയിട്ട് വണ്ടി ഓടിക്കും. അയ്യോ അയ്യോ, അയ്യോ 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 അയ്യോ. തീർച്ചയായിട്ടും നല്ല സ്മൂത്ത് ആയിട്ട് പോകുന്നത്. ഇനിയിപ്പോ അഡ്വഞ്ചർ റേസിന്റെ സമയമാണ്. എനിക്ക് നമ്മുടെ ബബ്ലു ചേട്ടനെ പോലെ നല്ല കോൺഫിഡന്റ് ആണോ കൊച്ചലിയാ?
ഇനി താങ്കളുടെ കാറിനെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഈ കാറ് ഡ്രൈവർലെസ് കാറാണ്. എന്റെ കാറിന് ആരെങ്കിലും പിടിച്ച് നിർത്തലേ. അയ്യോ, ഡ്രൈവർലെസ് കാറില് കുഴപ്പമില്ലല്ലോ. കുറച്ച് കഴിയുമ്പോ തന്നെ നിന്നോളന്നേ. 3, 2 നാട്ടുകാരെ, ഞാനാണ് മിസ്റ്റർ വെങ്കി. കഴിക്കാറുണ്ട് വെണ്ടയ്ക്ക. ഇന്നലെ വരെ നിങ്ങൾ മുള്ളങ്കിയല്ലേ കഴിച്ചോണ്ടിരുന്നത്? അതെ, ഇത്രയും സാധനങ്ങൾ വിറ്റതല്ലേ ഞാൻ. അതിന്റെ സന്തോഷത്തിൽ 4-5 ചീരയും 4 വെണ്ടയ്ക്കയും എക്സ്ട്രാ ഇട്ടു ഞാൻ. അത് ആ സാധനങ്ങളൊക്കെ അതായത് ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു സ്കൂട്ടറിൽ 3 പേര് ഇരിക്കുക, സാധനങ്ങൾ തിരിച്ചു തരാൻ വൈകുക, ഇതൊന്നും എനിക്ക് ഇഷ്ടമല്ല. നിങ്ങളുടെ ഈ നോട്ടം കണ്ടാൽ ഞാൻ തന്ന സാധനങ്ങളൊക്കെ എന്നേക്കുമായി മോഷണം പോയി എന്നതൊന്നുമല്ലോ. ഒരു മിനിറ്റ്, നിങ്ങൾക്ക് എങ്ങനെ അറിയാം സാധനങ്ങളൊക്കെ മോഷണം പോയെന്ന്? കാരണം ഇയാള് കഴിക്കുന്നത് മുള്ളങ്കി അല്ലേ കൊച്ചളിയാ? മുള്ളങ്കി കഴിച്ചു കഴിഞ്ഞാൽ ബുദ്ധിശക്തി കൂടുമെന്നാ പറയാറ്. അതുകൊണ്ടാണ് ഇയാൾക്ക് ഇതെല്ലാം മനസ്സിലായത്. ഞങ്ങൾ ഇൻസ്പെക്ടർ പാണ്ഡയുടെ അടുത്തേക്ക് പോകാൻ പോവുകയാണ്. കാരണം നിങ്ങളുടെ അടുത്ത് വാങ്ങിച്ച സാധനങ്ങളൊക്കെ മോഷണം പോയിരിക്കുകയാണ് ഇപ്പോ. ഈഷ്, നിങ്ങളുടെ ഫ്രിഡ്ജ് കണ്ടായിരുന്നോ? അത് മോഷണം പോയിരിക്കുകയാണ്. ഞാനിപ്പോൾ എന്താ ചെയ്യുക? അടിച്ചു പൊളിച്ചു തിമിർത്തു. ഏത് പശുവിനെയാണോ കറക്കാൻ നോക്കിയത്, ആ പശു തന്നെ നേരിട്ട് മിൽമയിൽ പാല് വാങ്ങാൻ വന്നതുപോലെ ഉണ്ട്. ആ മരുന്നുണ്ടാക്കിയോ? ഏത് ഗുളികയാ ചന്ദ്രൻ മോനെ? അല്ല, അപ്പോ ചന്ദ്രൻ എവിടെ പോയി? അവനാ എന്നോട് ഗുളികയും കൊണ്ട് പാർക്കിൽ വരാൻ പറഞ്ഞത്. അങ്കിളാണ് ഞങ്ങളോട് പാർക്കിൽ വരാൻ പറഞ്ഞത്. ഓ, അപ്പൊ നിന്റെ പേരാണ് ചന്ദ്രൻ. നിനക്കെന്താ നിന്റെ സ്വന്തം പേര് ഓർമ്മയില്ലേ? അപ്പൊ മറവി രോഗം ഉണ്ടല്ലേ? മിക്കവാറും ഹണിക്ക് കൊടുക്കാനുള്ള മരുന്നുണ്ടാക്കുന്നതിന് മുമ്പ് അങ്കിളിന് കൊടുക്കാനുള്ള മറവി രോഗത്തിന്റെ മരുന്നുണ്ടാക്കേണ്ടി വരും. ഓ, ആ കാര്യം എനിക്ക് ഇപ്പോഴാണ് ഓർമ്മ വന്നത്. നമ്മുടെ ഹണിയെ പഴയ രീതിക്ക് എത്തിക്കാനുള്ള മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് ഞാൻ. വാ മോനെ, ഞാൻ നിനക്ക് ആ മരുന്ന് തരാം. വേഗം വാ. അടിപൊളി വെല്ലുവിളിയാ. നീ വീണ്ടും ഞങ്ങളുടെ ഹണിയായി മാറിയല്ലോ. ഒരു മിനിറ്റ് ഒന്ന് നിൽക്കേ. അയ്യോ, ഹണിയുടെ ദേഹത്ത് ഓറഞ്ച് കായ്ച്ചു. ഇവൻ പൂർണ്ണമായും പഴയതുപോലെ ആയില്ലെന്നാ തോന്നുന്നത്. എടാ, ഓറഞ്ച് കായ്ച്ചതല്ല, ഇത് നേരത്തെ എന്റെ കീശയിലുണ്ടായിരുന്നതാ. ഞാൻ മരമല്ല, ഹണി തന്നെയാണ്. ഇൻസ്പെക്ടർ പാണ്ഡ, സോറി. എന്തിനു വേണ്ടിയാ സോറി? ഇതിനാ സോറി. ഈഷ്, ഈഷ്, ഇത് ട്യൂസ്ഡേ ആണ്. ഞാൻ പഞ്ചിങ് ബാഗിൽ പ്രാക്ടീസ് ചെയ്യുന്ന ദിവസമാണ് ഇന്ന്. അയ്യോ, എന്നെ രക്ഷിക്കണേ. കുട്ടികൾക്ക് സമർച്ചിപ്പും പിന്നെ എനിക്ക് മാപ്പും ഒരുപാട് ഇഷ്ടമാണ്. ഇനി മുതൽ മറ്റുള്ളവർക്ക് എന്നല്ല, എനിക്ക് പോലും ഞാൻ സാധനങ്ങൾ വിൽക്കില്ല. ഇത് സത്യമാണ്. ആക്രി ചേട്ടാ, അങ്ങനെ കള്ളം പിടിയിലായി. ഇനി എല്ലാരും അടി കൈ. എടാ, എന്നെയല്ല, അവനെ പിടിക്ക്. അയ്യോ സോറി, ഈ ഹണിയുടെ മരത്തിലുള്ള പഴമല്ലേ കടിച്ചത്. അതുകൊണ്ട് കുറച്ചു നേരം ഞാൻ അവനെ പോലെ ആയി. നിക്ക്, ഞാൻ ഇപ്പൊ പിടിക്കാം. അയ്യോ, രക്ഷപ്പെട്ടു. പിടികിട്ടി. ഇനി എന്റെ സ്വന്തം വീട്ടിൽ ഞാൻ സ്വസ്ഥമായി ഉറങ്ങും. എനിക്ക് അഡ്രസ് ഒന്ന് പറഞ്ഞു തരാമോ? ആ വഴിയല്ല പോകേണ്ടിയിരുന്നത്. ഈ വഴിയാണ് പോകേണ്ടത്.
എന്നെ പറ്റിക്കാൻ നോക്കുന്നു. ടക് 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 ടക്. ഓ ഡുള്ള എഴുന്നേക്ക്. അവന്റെ വയറാണെങ്കിൽ അടി 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 മിണ്ടി പോരുത്. അഥവാ നമുക്ക് നല്ലൊരു വീട് കിട്ടിയില്ലെങ്കിൽ എന്നെ ഈ വാല കൊണ്ട് ഒരു നല്ല അടി പറ്റിയാൽ ഞാൻ. ഐ, ആ, ഓയ്, ആ, ആ, ആ. അയ്യോ, എന്തായി സംഭവിക്കുന്നേ? എന്നെ അനുഗ്രഹിക്കണം. സോറി കുട്ടികളെ, ഞാൻ വരാൻ അല്പം വൈകി പോയി. പിന്നെ നിനക്ക് സുഖമാണോ സുരേന്ദ്രൻ മോനെ? അയ്യോ സുരേന്ദ്രൻ നല്ലെങ്കിലേ ബണ്ണീന്നാ എന്റെ പേര്. അത് ശരി മോനെ ബണി, എനിക്ക് കുറച്ച് മറവിയുള്ള കാര്യം നിനക്ക് ഓർമ്മയുണ്ടാവുമല്ലോ അല്ലേ? ഇന്ന് തന്നെ റിമോട്ടിന്റെ ബാറ്ററി 3 തവണയാ മാറിയത്. എന്നിട്ട് ടി വി ഓൺ ആയില്ല. ഞാൻ ഫ്രിഡ്ജിന്റെ മുന്നിലാ നിൽക്കുന്നെന്ന് പിന്നീടാ മനസ്സിലായത്. ടിവിയുടെ റിമോട്ട് കൊണ്ട് എന്തായാലും ഫ്രിഡ്ജ് ഓൺ ആക്കാൻ പറ്റില്ലല്ലോ. ആ കാര്യം ഞങ്ങളുടെ വീട്ടിൽ മറവില്ലാതെ ചെയ്യുന്ന ഓരോരാൾ ഹണിയാണ്. കൊള്ളാലോ, അങ്കിളിന്റെ കണ്ടുപിടുത്തം സക്സസ് ആയതിന്റെ പേരിലേ ദാ ഇവിടെ മിഠായി വെച്ചിട്ടുണ്ട്. ഞാൻ മിഠായി കൊണ്ടുവന്നോ? ഓർമ്മയില്ല മോനെ. കൂട്ടുകാരെ, ഇത്രയും ചെറിയ മിഠായി എല്ലാവർക്കും കൂടി കഴിക്കാൻ പറ്റില്ലെന്നാ തോന്നുന്നത്. അത് കുഴപ്പമില്ല, ഞാൻ കഴിച്ചാലും നിങ്ങൾ കഴിച്ചാലും കാര്യങ്ങൾ ഏകദേശം ഒരുപോലെ തന്നെ അല്ലേ? അയ്യേ, ഈ മിഠായിക്ക് ഒരു മധുരം ഇല്ലല്ലോ. ഞാനിത് കഴിച്ചതിന് ശേഷം എന്തോ ഇലയുടെ ടേസ്റ്റ് ഒക്കെയാ വരുന്നേ. എനിക്ക് ഓർമ്മ വന്നു മക്കളെ, അത് മിഠായി അല്ല, എന്റെ പുതിയ കണ്ടുപിടുത്തമായിരുന്നു. മരത്തിന്റെ ഗുളികയാ. പക്ഷെ ഇത് കഴിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല. അയ്യോ ഹണി, ദേ നിന്റെ ദേഹത്ത് മരം മുളച്ചു വരുന്നു. ആ, ഓർമ്മ വന്നു. ഈ ബിസ്ക്കറ്റ് കഴിച്ചു കഴിഞ്ഞാലേ കഴിക്കുന്ന ആള് മെല്ലെ മരമായി മാറും. വാവ്, ഏത് മരമാണ്? ആപ്പിൾ മരമാണോ അല്ലെങ്കിൽ ഓറഞ്ച് മരമാണോ? എടാ കഴുതേ, നിനക്ക് തമാശയായിട്ടാ തോന്നുന്നേ. ഞാൻ പെട്ടെന്നാണോ മരമായിട്ട് മാറിയത്? കണ്ടിട്ട് കോമരമാണെന്നാ തോന്നുന്നേ. പിടിക്ക് പോകട്ടെ, ഈ ആപ്പിൾ കഴിച്ചാലേ നിന്റെ ബുദ്ധി നന്നായിട്ട് വളരും. ആ, പക്ഷെ ഈ ആപ്പിൾ കഴിച്ചാ ബുദ്ധി ഒന്നും വളരില്ല. കാരണം ഇത് നിന്റെ മരത്തിലുണ്ടായ ആപ്പിളല്ലേ. ഇതാകെ പ്രശ്നമായല്ലോ മോനെ. ഇവന് കൂടുതൽ വേരുകൾ വരുന്നതിന് മുമ്പും പിന്നെ ഇവൻ ഒരു സ്ഥലത്ത് തന്നെ ഉറച്ചു പോകുന്നതിന് മുമ്പായിട്ടും ഇവനെ പഴയതുപോലെ ആക്കിയേ പറ്റൂ. എന്നാ വേഗം ശരിയാക്ക്. ആരെ? ഹണിയെ. അതിന് നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. എന്റെ അങ്കിളെ, ഇവന്റെ പേര് ബണിയെന്നാണ്. ഇവനാണ് ഹണി. ഇവനെ ഒന്ന് പഴയതുപോലെ ആക്ക്. ആ, എനിക്ക് ഓർമ്മ വന്നു. ഞാൻ ഇവനെ പഴയതുപോലെ ആക്കാൻ വല്ല വഴിയുമുണ്ടോ എന്ന് നോക്കട്ടെ. നിങ്ങൾ എന്നെ വൈകുന്നേരം 5 മണിക്ക് പാർക്കിൽ വന്ന് കണ്ടാ മതി. അത് മറക്കണ്ട. മറക്കാൻ പാടില്ലാത്തത് അങ്കിളാണ്. അങ്കിള് കറക്റ്റ് ആയിട്ട് വന്നാൽ മതി. ഒരു മിനിറ്റ്, ദാ പിടിച്ചോ പഴം. അങ്കിള് മരുന്നുണ്ടാക്കാനുള്ള പണിയൊക്കെ തുടങ്ങിക്കോ. പഴങ്ങളെ ഓർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല. അത് തരുന്ന കാര്യം ഞാൻ ഏറ്റു. ഇപ്പോൾ എനിക്ക് സന്തോഷമായി. ചില്ലും ചില്ല. ഇത്രയും വീടുകൾ കാണുമ്പോൾ എന്റെ മനസ്സ് സന്തോഷം കൊണ്ട് തുള്ളുകയാണ്. മാത്രമല്ല, നമ്മുടെ പുതിയ വീടിന്റെ പേരായിരിക്കും. ഇനി നിന്നെ ഞാൻ ഉണർത്തില്ല. ഇനി ഉറങ്ങുന്നതാ നല്ലത്. താങ്ക് യു ഹണി ബണി. നിങ്ങൾ കാരണം ഇതാ ഞങ്ങൾക്ക് പുതിയൊരു വീട് കിട്ടിയിരിക്കുന്നു. അതും 800 മുറിയുള്ള വീട്. ഓയ്, ടക് 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 ടക്. ഇതെന്തായാലും കൊള്ളാം. ഇനി തണുപ്പത്ത് എനിക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. നല്ല അടിപൊളി മരപ്പൊത്തി തന്നെ കിടന്ന് ഉറങ്ങാം. താങ്ക് യു പിള്ളേരെ. ടക് 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 ടക്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്റെ വേരി പിടിച്ച് എന്നോട് മാപ്പ് ചോദിക്കാനുള്ള അവസരം തരാൻ ഞാൻ. ചേട്ടന്റെ ഈ ഉറങ്ങുന്ന ശീലം എപ്പോഴാ മാറുന്നത്? ഇനിയിപ്പൊ നമ്മള് രാത്രി എവിടെ പോയി കിടന്നുറങ്ങും? പകലാണെങ്കിൽ സാരമില്ല, ATMന്റെ അകത്ത് കയറിയിട്ട് AC-യുടെ താഴെ കിടന്ന് സമാധാനമായിട്ട് ഉറങ്ങാം. ഡുല്ല, ഞാനൊരു കാര്യം പറയട്ടെ ചെല്ല. പുതിയൊരു ട്രീ ഹൗസ് നോക്കിയിട്ട് നമുക്ക് അവിടെ വെക്കാം ഒരു വില്ല. വില്ല. ഓ ഡുല്ല എഴുന്നേക്ക്, ഡുല്ല എഴുന്നേക്ക്, ഡുല്ല എഴുന്നേക്ക്. ആഹാ, എത്ര വലിയ മരമായത്. ഒരുപാട് പഴങ്ങളും ഉണ്ട്. ഇതിനധികം വേരുകളും ഇല്ല. കടൽ തീരത്തായ ഒരു വീട്, സീ ബീച്ചിൻ ട്രീ ഹൗസ് ഉണ്ടാക്കാൻ നമുക്ക്. നീ എന്ത് പറയുന്നു? ഓക്കേ അല്ലേ? ഇതെനിക്ക് ഒരുപാട്
ഏയ്, എന്റെ ഡുള്ള എഴുതേക്ക്, എന്റെ ഡുള്ള എഴുതേക്ക്, 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 എഴുതേക്ക്. ഇത് വളരെ നന്നായിരിക്കുന്നു.